എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. എല്ലാ ചിന്മയ വിദ്യാലയങ്ങളിലും പാഠ്യവിഷയവുമായി ചേർന്ന് ചിന്മയ മിഷൻ പ്രോഗ്രാം ഉൾപ്പെടുന്ന രീതിയിലാണ് പഠനം. സംയോജിത വികസനം, ദേശസ്നേഹം, ഭാരതീയ സംസ്കാരം, സാർവത്രിക വീക്ഷണം എന്ന 4 പ്രധാന ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് പഠനരീതി. ഇതിൻ്റെ ഭാഗമായി ഇന്നിവിടെ നമുക്ക് ക്യാൻസർ അവബോധ സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്താനായി എത്തിയിരിക്കുന്നത് ശ്രീ കൃഷ്ണപ്രസാദ് കുറുപ്പ് സാറാണ്. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ ഹെൽത്ത് സെന്ററിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. ആയുർവേദത്തിലും ഡിഗ്രിയുള്ള ഡോക്ടർ ഗവർണർ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ചടങ്ങിലും മുഖ്യ പ്രഭാഷകനായിരുന്നു. സമഗ്രമായ ആരോഗ്യത്തിനു വേണ്ടിയുള്ള അഷ്ടപാദങ്ങൾ ആയിരുന്നു വിഷയം. ചിന്മയ മിഷൻ പ്രോഗ്രാമിനും അഷ്ടപാദത്തിലെ വിഷയങ്ങൾക്കും വളരെയധികം സാമ്യമുണ്ട്. നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്കുള്ള എല്ലാ സാധനവും ഈ ബൗണ്ടി ഓഫ് നേച്ചർ, മദർ നേച്ചർ, ഈ നമ്മുടെ പെറ്റ അമ്മയാണ് ഈ ഭൂമി. ഇത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനെ നിങ്ങൾ തിരിച്ചറിയാം. എനിക്ക് പിന്നെയും പറയാനുണ്ട്, നിങ്ങൾ അതിന് കസ്തൂരിമാനുകളാവരുത്. ഇപ്പം തന്നെ എല്ലാവരും ആയി. നിങ്ങൾ കസ്തൂരിമാനായിരുന്നു. ഞാൻ കയ്യിലിരിക്കുന്ന കുഞ്ഞുങ്ങളെയെങ്കിലും കസ്തൂരിമാനുകളാക്കി വളർത്തരുത്. എനിക്ക് അത്ര മാത്രമേ നിങ്ങൾ പറയാറുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ 15 മിനിറ്റ് മുമ്പ് ആരോട് പറയേണ്ടായി. മോഹൻദാസ് ഗാന്ധി വളരെ ചുരുക്കമായി നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതിൽ അങ്ങനെ പറഞ്ഞ ഒരു നല്ല കാര്യം ഇതായിരുന്നു, നിങ്ങൾ വല്ലതിച്ചില്ലെങ്കിലും കുടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കുട്ടികളെ ഇതെല്ലാം ചെയ്യിക്കണം. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അനുഷ്ഠിച്ചേ പറ്റൂ. ഇനിയും പറയാൻ പോകുന്നത് വളരെ ലളിതമായ കാര്യം. ഒന്ന്, നിങ്ങളുടെ ഈ ഭക്ഷണം തന്നെ. ഒരു നിസ്സാര ഉദാഹരണമാണ് പറയാം. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ നോബൽ സമ്മാനം കിട്ടിയത് ഓട്ടോഫേജിയ എന്ന് പറഞ്ഞൊരു തീസിസിനാണ്. ഓട്ടോ എന്ന് പറഞ്ഞാൽ സ്വയം, ഫേജിയ എന്ന് പറഞ്ഞാൽ ഭുജിക്കുക എന്നുള്ള സംസ്കൃത വാക്കിൽ നിന്നുണ്ടായ പദമാണ് ഫേജിയ. അപ്പം സ്വയം തിന്നുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം, ലാറ്റിൻ വാക്കാണ്. ഓട്ടോഫേജിയ എന്ന് പറഞ്ഞാൽ ആ സ്പീസീസിലായിരുന്നു കഴിഞ്ഞ മുമ്പത്തെ വർഷത്തിൽ നോബൽ സമ്മാനം 2 ശാസ്ത്രജ്ഞന്മാർ മെഡിക്കൽ സയൻസിൽ പങ്കിട്ടത്. അവരുടെ സംഗതി ഇത്രയേ ഉള്ളായിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഉപോത്ഭവമായ വേറെ സംഭവം കൂടെ പറയും, നമ്മൾ എന്തുമാത്രം കസ്തൂരി മൃഗങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം ഈ ഓട്ടോഫേജിയ എന്ന സംഗതി വളരെ ലളിതമാണ്. നമ്മളുടെ ശരീരത്തിൽ ഭക്ഷണമില്ലാതാവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷവസ്തുക്കളെ ശരീരം ഭക്ഷണമാക്കിയിട്ട് ആ വിഷവസ്തുക്കൾ നമുക്കെതിരെ പ്രതികരിക്കുന്നത് ശരീരം തടയും. ഒന്നുകൂടെ പറയാം, നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ കാശില്ലാതെ വരുമ്പോൾ നമ്മൾ ഉടുക്ക പൊട്ടിച്ച് കാശെടുക്കുമല്ലോ, ഇതേ സംഭവം തന്നെ നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം ഇല്ലാതെ ആകുമ്പോൾ ശരീരത്തിന് എന്തൊക്കെ, ഹാർട്ട് പ്രവർത്തിക്കണം, ശ്വാസം വിടാൻ ലങ്സ് പ്രവർത്തിക്കണം, ഒരുപാട് കാര്യങ്ങൾ, ബ്രെയിൻ പ്രവർത്തിക്കണം, ഇതിനെല്ലാം എനർജി വേണം. അപ്പോൾ ഈ പ്രവർത്തിക്കുന്നൊക്കെ എനർജി വേണം. ആ എനർജിക്ക് എന്ത് ചെയ്യും? ഈ സാധനമില്ലല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. ഭക്ഷണം കഴിക്കാൻ നമ്മുടെ ശരീരത്തിലുള്ള റിസർവ് ഫുഡ്, വേസ്റ്റ് പ്രോഡക്ട്സ് ശരീരം സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി ശരീര പ്രവർത്തനം നടത്തും. ഇതിനാണ് ഓട്ടോഫേജിയ എന്ന് പറയുന്നത്. ടീച്ചറായിരുന്നു. അപ്പം ഞാൻ ഒരു 5-ലോ 6-ലോ ഒക്കെ പഠിക്കുമ്പോഴാണ് നടക്കുന്ന സംഭവം. 1960-കളിലാണ് ഈ സംഭവം. എൻ്റെ അച്ഛൻ അധ്യാപകനാണ്. എൻ്റെ അച്ഛൻ അമ്മ പള്ളിക്കുത്തി പോയിട്ടേ ഇല്ല. സാവിത്രി 93-ാമത്തെ വയസ്സിലാണ് ഇത്.
അപ്പോൾ ഇടയ്ക്ക് ഈ വീട്ടിൽ വരും. നിങ്ങൾ ഓട്ടോഫേക്ക് ഓർത്തോണം, അത് കഴിഞ്ഞിട്ട് ഇത് കേൾക്കാവും, ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വേണം. ഇടയ്ക്ക് വീട്ടിൽ വരും. അപ്പം രാവിലെ അമ്മ സ്കൂളിൽ പോകുന്ന എടുക്കുന്ന സമയത്തായിരിക്കും. അമ്മ ഇരിക്കമ്മേ, ചായ ഉണ്ടാക്കാൻ ഞാൻ എന്നെ അമ്മ പറയും. വേണ്ട കൊച്ചേ, എനിക്ക് ഏകാശിയാണ്, ഞാനൊന്നും കഴിക്കത്തില്ല. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അന്നേരം ചോദിച്ചാൽ അമ്മ അടി തരും. അമ്മ ജോലി ചെയ്തിരിക്കും കുഴപ്പമില്ല. അപ്പം ഞാൻ സ്കൂളിലോട്ട് നടക്കാൻ കഴിഞ്ഞാൽ അമ്മ എന്തോ അമ്മ ഏകാശി എന്ന് പറയുന്നത്. മോനെ ഏകാദശം എന്ന് പറഞ്ഞാൽ 11. 10 ദിവസം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം അമ്മ ഭക്ഷണം കഴിക്കുകയില്ല. രാവിലെ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കുകയില്ല. വൈകിട്ട് ഇച്ചിരി പൊടിയേരി കഴിഞ്ഞോ അതിൻ്റെ കൂടത്തിൽ ഒരു സ്പൂൺ ചെറുപയർ പുഴുങ്ങിയതോ അമ്മ കഴിക്കും. ഇതാണ് കഴിക്കുന്നത്. 10 ദിവസം ഭക്ഷണം കഴിച്ചാൽ അമ്മ 11ാമത്തെ ദിവസം രാത്രി മാത്രം ഇച്ചിരി പൊടിയേരി കഴിഞ്ഞും ശകലം ചെറുപയറോ അതിൻ്റെ സാധനം കഴിക്കുള്ളൂ. ഇടയ്ക്ക് കാണും ചുക്കുകളും പഴവും കഴിക്കും ഉച്ചയ്ക്ക് രാവിലെ. ഇത്രയും ഞാൻ ആലോചിച്ച് നോബൽ സമ്മാനം നേടിയ PhD എടുത്ത MBBS MD കഴിഞ്ഞ് PhD എടുത്ത ശാസ്ത്രജ്ഞന്മാരെക്കാൾ എത്രയോ വലിയ ശാസ്ത്രജ്ഞയായിരുന്നു പള്ളിക്കൂടത്തിൽ പോകാത്ത എൻ്റെ അമ്മമ്മ. മനസ്സിലായി? അവർക്കൊരു 12,000 നോബൽ സമ്മാനം ഒന്നിച്ചു കൊടുത്താലും നഷ്ടം വരുന്നില്ലായിരുന്നു. മനസ്സിലായി? അപ്പം ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാം കസ്തൂരി മൃഗങ്ങളാണ്. നിങ്ങളെന്തോ അവിടെ പോയി ചേട്ടിൻ്റെ വീട്ടിൽ നിന്ന് ബിരിയാണി, ഗോപാലിൻ്റെ വീട്ടിൽ നിന്ന് പായസം, അപ്പം അത് മത്തായിയുടെ വീട്ടിൽ നിന്ന് മട്ടൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? ഈ എഞ്ചിൻ പണി എടുക്കുമ്പോൾ കുറച്ച് ദിവസമെങ്കിലും എഞ്ചിന് ഇച്ചിരി വിശ്രമം കൊടുക്കുക. നിങ്ങൾ നിർബന്ധമായിട്ടും ഏകാദശി വ്രതം എന്ന സാധനം അനുഷ്ഠിക്കുക. കുട്ടികളെ ശീലിപ്പിക്കുക. പറ്റുമെങ്കിൽ 10 ദിവസം, അതായത് എൻ്റെ അമ്മ ഒരാണ്ടിൽ 36 ദിവസം പട്ടിണി കിടന്നുകൊണ്ടാണ് ഒരു 91 കൊല്ലം സൂര്യോദയം കണ്ടത്, സൂര്യാസ്തമനം കണ്ടത്. മനസ്സിലായി? നിങ്ങൾ ഈ വൈദ്യന്മാരെ കുറിച്ചൊരു പറച്ചിലുണ്ട്. വൈദ്യരാജു നമസ്തുഭ്യം യമരാജ സഹോദര, യമസ്തു ഹരിതി പ്രാണൻ വൈദ്യസ്തു പ്രാണാൻ ധനാഞ്ച. ഇത് 14,000 കൊല്ലം വരെ ആമ്പിള്ളേർ വരെയുള്ളവന്മാർ എഴുതി വെച്ചിരിക്കുന്നതാണ്. യമരാജന്റെ ജ്യേഷ്ഠനായ വൈദ്യരാജാവെ ഞാൻ അങ്ങേ നമസ്കരിക്കുന്നു. യമസ്തു ഹരിതി പ്രാണൻ, യമൻ പാവം പിടിച്ചവനാണ്, അവൻ ജീവൻ മാത്രമേ കൊണ്ടുപോകും. വൈദ്യസ്തു പ്രാണാൻ ധനാഞ്ച, വൈദ്യനാകട്ടെ നീ ചക്രവും കൊണ്ടുപോകും ജീവനും കൊണ്ടുപോകും. അതുകൊണ്ട് നിന്നെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ് എന്നാണ് പറയുന്നത്. യാതൊരു കാരണം നിങ്ങളുടെ സ്വന്തം അച്ഛൻ ഡോക്ടറാണെങ്കിൽ അവനെ വീട്ടിൽ കയറ്റരുത്, അവൻ്റെ അടുത്ത് പോവുകയരുത്. നിങ്ങളുടെ വീടിൻ്റെ ഫൗണ്ടേഷൻ ആക്കിക്കൊണ്ട് പോകും, യാതൊരു സംശയവും വേണ്ട. അല്ലാത്ത എന്നെപ്പോലെ ചിലന്മാരുടെ ഇങ്ങനെ ട്രെയിനിലൊക്കെ കയറി നടക്കും. മനസ്സിലായി? അതുകൊണ്ട് യാതൊരു കാരണവശാലും ഡോക്ടറെ വീട്ടിൽ അടുപ്പിക്കാനുള്ള ശ്രമം നടത്തരുത്. നിങ്ങൾ രോഗങ്ങൾ വരാതെ. അതുതന്നെ പഴയ ആളുകൾ പറഞ്ഞു, പ്രക്ഷാളനാർത്ഥം പങ്കസ്യ ദൂരാത് അസ്പർശനം ഇടം. പ്രക്ഷാളനം വെച്ചാൽ കഴുതൽ, പങ്കമെന്ന് വെച്ചാൽ ചെളി. രോഗമാകുന്ന ചെടിയിൽ യാതൊരു കാരണവശാലും ചവിട്ടരുത്. ദൂരക്കൂടെ അസ്പർശനം, സ്പർശിക്കാതെ പോകണം. മനസ്സിലായി? ഇത് നമുക്കറിഞ്ഞുകൂടെങ്കിൽ ചൈനക്കാരനറിയാം. 1998 ഞാൻ ചൈനയിൽ ബെയ്ജിങ്ങിൽ പോയി. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ 10 ഇരട്ടിയുള്ള മെഡിക്കൽ കോളേജുകളുള്ള വലിയ സ്ഥാപനങ്ങളാണ് ചൈനയിലെ ആശുപത്രി. സ്വാഭാവികമായിട്ടും വേണമല്ലോ, ഇന്ത്യയെക്കാൾ വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ്. അപ്പോൾ അവിടെ എല്ലാ ആശുപത്രികളിലും 3 അക്ഷരത്തിൽ 3 വരിയുള്ള ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. 3 വരി. അതിന് ഇത്രയോ അർത്ഥം: എക്സലന്റ് ഡോക്ടേഴ്സ് പ്രിവെന്റ് ഡിസീസസ്. മിടുക്കരായ ഡോക്ടർമാർ രോഗങ്ങളെ തടയും. തേർഡ് റേറ്റ് ഡോക്ടേഴ്സ് ട്രീറ്റ് ഡിസീസസ്. വെറും 3ാം കിട തല്ലിപ്പോയ ഡോക്ടർമാർ വന്ന അസുഖങ്ങളെ ചികിത്സിക്കും. ലാസ്റ്റ് ഗ്രേഡ് ഡോക്ടേഴ്സ് ട്രീറ്റ് കോംപ്ലിക്കേഷൻസ്. വെറും തുക്കട ഡോക്ടർമാർ ഹൃദയം മാറ്റിവെക്കും, കിഡ്നി മാറ്റിവെക്കും, കാല് മുറിച്ച് കളയും. മനസ്സിലായി? ഡയാലിസിസ് ചെയ്യും. ഇതെല്ലാം കോംപ്ലിക്കേഷനാണ്. എക്സലന്റ് ഡോക്ടേഴ്സ് പ്രിവെന്റ് ഡിസീസസ്. 1ാം കിട ഡോക്ടർമാർ രോഗങ്ങൾ വരാതെ. തേർഡ് റേറ്റ് ഡോക്ടേഴ്സ് വെറും തല്ലിപ്പൊളിമാർ they will treat diseases, രോഗങ്ങളെ ചികിത്സിക്കും. ലാസ്റ്റ് ഗ്രേഡ് ഡോക്ടേഴ്സ് മകത്തോടൊപ്പം they treat complications. ഭക്ഷണത്തിനോടുള്ള ആക്രാന്തം പാടില്ല. സർവധർമ്മേഷു മധ്യമം, ഓൾവേസ് സ്റ്റിക്ക് ടു ദി ഗോൾഡൻ മീൻ. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും അധികപ്പറ്റി ചെയ്യരുത്. അധികം എല്ലാവരും അബദ്ധമാണ്. ഈ ആപ്പിൾ ഡേ കീപ്സ് ഡോക്ടർ അവേ എന്ന് സായിപ്പ് പറഞ്ഞത് അവൻ്റെ ഇംഗ്ലണ്ടിലെ കാര്യമാണ് പറയുന്നത്. നമുക്ക് നല്ല മന്ദര സാധനം ചക്ക. ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട് നമ്മുടെ വൈദ്യശാസ്ത്ര ഭാഷയിൽ. ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഷുഗർ തന്മാത്രകളുടെ അളവ്, അതിനാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. പഞ്ചസാരയ്ക്കകത്ത് 100 ഷുഗർ മോളിക്യൂൾസ് ഉണ്ടെന്നിരിക്കട്ടെ. ഒരു പഞ്ചസാര തന്മാത്ര എടുത്താൽ അതിൽ 100ഉം ഒരു പഞ്ചസാര ക്രിസ്റ്റൽ എടുത്താൽ 100 ആണ് അതിലെ ഷുഗർ തന്മാത്രകൾ. ഷുഗർ തന്നെയാണ്. പക്ഷേ ഈ മലക്കറികൾ, ഞാറുള്ള ഭക്ഷണങ്ങൾ, ഇതെല്ലാം ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ്. അപ്പോൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ നമ്മുടെ വിഭിന്നങ്ങളായ ക്യാൻസറുകൾ, നമുക്ക് അമിതവണ്ണം വരുന്നെങ്കിൽ അത് എല്ലാത്തിൻ്റെ തുടക്കം. ദി മോർ യുവർ അബ്ഡമിൻ ദി ലെസ് സൺറൈസ് യു സീ എന്നാണ് പറയുന്നത്.
നിങ്ങളുടെ വയറിൻ്റെ ചുറ്റളവ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം കാണുന്ന സൂര്യോദയങ്ങളുടെ എണ്ണം കുറയും. എപ്പോഴും ഒരു ടേപ്പ് വെച്ചേക്കുക. ടേപ്പ് 80 മുകളിൽ നമ്മുടെ പ്രായമായ മനുഷ്യരുടെ 80-85 മുകളിൽ കൂടാൻ യാതൊരു കാരണം. 80 ഐഡിയ, അങ്ങേറ്റം 85. 90 മുകളിലാണെങ്കിൽ അവർ കാണുന്ന സൂര്യോദയങ്ങളുടെ എണ്ണം നിശ്ചയമായിട്ടും കുറയും. ഒറ്റയടിക്ക് അടിച്ച് പോകത്തില്ല. പോകുന്നത് പല രീതിയിലാണ്. ചെറിയ ആദ്യം ബ്ലഡ് പ്രഷർ ആവും, ആദ്യം കൊളസ്ട്രോൾ ആവും, ചെറിയ ബ്ലഡ് പ്രഷർ വരും, പഞ്ചസാര വരും, അങ്ങനെ അതൊക്കെയാണ് പോകുന്നത്. ഒരു ക്യാൻസറും രാവിലെ ഇന്നോട്ട് വന്ന് രജിസ്റ്റർ ചെയ്ത് നാളെ രാവിലെ ക്യാൻസർ ഉണ്ടാകുകയല്ല. 10-40 കൊല്ലം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ സാധനം ആക്കുന്നത്. പെട്ടെന്ന് വളരുന്ന ക്യാൻസറുകളുണ്ട്. ലങ് ക്യാൻസർ പോലുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്നാണ്. ഈ കുട്ടികളെ ബാധിക്കുന്ന വിധങ്ങളായ ക്യാൻസറുണ്ട്, ബ്ലഡ് ക്യാൻസേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ പെട്ടെന്നുണ്ടാകും. ബാക്കി എല്ലാം വളരെ വളരെ ശേഷമാണ്. എന്നാൽ ബ്രസ്റ്റ് ക്യാൻസർ, സ്ഥാനാർബുദം, കോളനിൽ മലാശയത്തിൽ വരുന്ന ക്യാൻസറുകൾ, ആമാശയത്തിൽ വരുന്ന ക്യാൻസറുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെറിയ പാരമ്പര്യത്തിൻ്റെ ചെറിയ ഘടകമാണ്. നമ്മുടെ ഇപ്പം അമ്മമാർക്ക്, ചേച്ചിമാർക്ക്, അനിയത്തിമാർക്ക്, അമ്മൂമ്മമാർക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. കോളൻ, പ്രത്യേകിച്ച് മലാശയത്തിൽ നമ്മുടെ വിസർജനാവയവങ്ങളിലൊക്കെ വരുന്ന ക്യാൻസറുകൾ പാരമ്പര്യമുണ്ട്. ബാക്കിക്കൊന്നിലും പാരമ്പര്യം വലുതായിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം കൈതിരിക്കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ക്യാൻസറുകൾ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. പിന്നെ യാതൊരു കാരണവശാലും നിങ്ങളെ കാർഷിക സംസ്കാരത്തെ മറക്കാതിരിക്കുക. തൂമ്പ, മമ്മട്ടി, കോടാലി, പിച്ചാത്തി ഇതെല്ലാം നിങ്ങളുടെ ബന്ധുക്കളാണ്, ശത്രുക്കളല്ല എന്ന് മനസ്സിലാക്കുക. കഴിയുന്നത്ര ഈ സാധനങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളായിട്ട് ബന്ധപ്പെടാതിരിക്കുക. മനസ്സിലായി? മിനിമം എക്സസൈസുകൾ ചെയ്യുക. മിനിമം. ഞാൻ മുമ്പേ പറഞ്ഞു, സർവ്വധർമ്മേഷു മധ്യം. നിങ്ങൾ എന്ത് ചെയ്യാം? മധ്യത്തിൽ ചെയ്യാം. ഒരു എക്സസൈസും അമിതം ചെയ്യുക. യൂജി കാണുന്ന പ്ലാസ്റ്റിക് കവർ ഇപ്പം നടന്ന 15 അരമണിക്കൂർ മുമ്പ് നടന്ന കാര്യം. ഒരു കൊച്ചു കുട്ടിയുടെ അടുത്ത് ബിസ്ക്കറ്റ് എടുത്തിട്ട് ആ കവർ ട്രെയിനിൽ ഇടാൻ തുടങ്ങിയതാണ്. ഞാൻ തിരിച്ചു വാങ്ങിച്ചു എൻ്റെ പോക്കറ്റിൽ. ഇത് ഞാൻ കളയത്തില്ല, മണ്ണി കളയത്തില്ല. നിങ്ങൾ ഇതിനകത്ത് തലയ്ക്ക് വരില്ലേ? അല്ല, ഇതിനകത്ത് ഒരുപാട് കാര്യമാണ്. ഈ സാധനം 5 മിനിറ്റ് നേരം വെയിൽ ഉണ്ടാകും. അത് താലേറ്റ് എന്ന് പറഞ്ഞൊരു വിഷവസ്തുവാണ് ഉണ്ടാകുന്നത്. ഈ വിഷവസ്തു നിങ്ങൾ ശ്വസിക്കുന്നു. ഒന്ന്, നിങ്ങളുടെ മൂക്ക് കയറുകയാണ്. വീണ്ടും വെള്ളത്തുള്ളികൾ, മഞ്ഞൾ കൊണ്ടാണെങ്കിലും അല്ല മഴ പെയ്താണെങ്കിൽ അത് വീണ്ടും വെള്ളത്തുള്ളികളാണ് നിങ്ങൾ കഴിക്കാൻ പോകുന്ന ചേന, ചേമ്പ്, തെങ്ങ്, കാച്ചിൽ, മാവ്, തെങ്ങ്, ഇതിനകത്തെല്ലാം വളമായിട്ട് വെള്ളം വലിച്ചെടുക്കുന്നു. ഈ സാധനം അവിടെ കിടക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന കോശങ്ങളെ, നോർമലായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളെ ഒരു സുപ്രഭാതത്തിൽ അബ്നോർമലായിട്ട് പ്രതികരിക്കും. ആ പ്രക്രിയയ്ക്ക് നമ്മൾ വൈദ്യശാസ്ത്രത്തിൽ പറയുന്ന മ്യൂട്ടേഷൻ എന്നാണ്. അതായത് നേരെ നടക്കുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ തെന്നി വീഴാൻ പോകും. നേരെ പോകുന്ന കോശങ്ങൾ തെന്നി മാറി വേറെ കോശങ്ങളായി മാറുക. അതിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ മ്യൂട്ടേഷൻ സംഭവിക്കാൻ പര്യാപ്തമായ ഒരു വിഷാംശമാണ് ഈ നിസ്സാരമായ പ്ലാസ്റ്റിക് കവർ വെയിൽ കൊണ്ടാലുണ്ടാകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു നിസ്സാര ഉദാഹരണമാണ്. ഇത് നിങ്ങളെ പഠിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊന്നുമല്ല, കണ്ട കാര്യം പറഞ്ഞു നോക്കും. ഇങ്ങനെ ഓരോ തിന്മകളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഇത് വേറെ ഒരു പേപ്പറാണ്. ഇത് യഥാർത്ഥമല്ല, എനിക്ക് കിട്ടിയ വേറെ പേപ്പറാണ്. ഈ പേപ്പർ കാണുന്നത് വളരെ ലളിതമാണ്. ഒരു പേപ്പർ തൂത്തുകൂട്ടിയിട്ടു തീ കത്തിച്ചു. തീ കത്തിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം ഈ പ്രിന്റിംഗ് മെറ്റീരിയലിനകത്ത് ലെഡ് എന്ന് പറയുന്ന വേറൊരു വിഷവസ്തുവായിരിക്കും. ഈ സാധനമാണ് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുന്ന ക്യാൻസർ പോലുള്ള രോഗമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മക്കുറവ്, അസ്ഥിതേയ്മാനം, അകാല വാർദ്ധക്യം, പ്രായമാകുമ്പോൾ ആളുകൾ ഇങ്ങനെ പിച്ച വെച്ച് നടക്കുന്ന രോഗം, പാർക്കിൻസൺസ് എന്ന് പറയും. ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ ലെഡ് പോലുള്ള സാധനങ്ങളിലാണ്. ആർക്കെങ്കിലും പറയാം, നിങ്ങൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തി നോക്കുക. നിങ്ങൾ തൂത്ത് തീയിട്ടിട്ട് എത്ര ഓരോരുത്തരും ഒരു ടൺ പേപ്പറെങ്കിലും മിനിമം തൂത്ത് തീയിട്ടിട്ടുണ്ടാവും. മനസ്സിലായി? ഈ എങ്ങനെ ഈ സാധനം ഉണ്ടാകും നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിൽ അടുക്കൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഈ സാധനമാണ്. ഇത് സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറഞ്ഞൊരു വിഷവസ്തുവാണ്. ഒരു പൊടിയാണ്. നമ്മുടെ വരയുടെ ഇടയിൽ കാണുന്ന പൊടി, ജനലിൻ്റെ ഇടയിൽ, കഥയുടെ ഇടയിലൊക്കെ ഇരിക്കുന്ന പൊടി, അല്ലെങ്കിൽ റൂഫിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ പറ്റുന്ന പൊടി എന്ന് പറയുന്നത് നിങ്ങൾ പൊടി എന്ന് പറയും. നമ്മൾ വൈദ്യശാസ്ത്ര ഭാഷയിൽ സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയും. ഈ സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ടാകുന്ന പ്രധാന സാധനം എന്ന് പറയുന്നത് തീ കത്തിക്കുമ്പോഴാണ്. അങ്ങനെ അധികപ്പറ്റുള്ള ആരും കാണുന്നത് നോർമലായിട്ടുള്ള ആക്ടിവിറ്റി എല്ലാം ചെയ്യാം. അത് പ്രത്യേകിച്ച് കഴിയുന്നത്ര കാർഷിക സംസ്കാരത്തിലുള്ള എന്തെങ്കിലും ഒരു കുഞ്ഞു നിങ്ങളെ തന്നെ ചെറിയ കൃഷികൾ, പഴയ ബാഗുകൾ, പ്ലാസ്റ്റിക് ബാഗുകളല്ല, ഞാൻ മുമ്പേ പറഞ്ഞു ശ്രദ്ധിക്കുക. താലേറ്റ പോലുള്ള വിഷവസ്തുക്കളൊക്കെ ഉണ്ടാകും. ചണ ബാഗുകൾ, അല്ലെങ്കിൽ വെറുതെ പഴയോ കളിച്ചുകൊണ്ട് നമുക്ക് തന്നെ ഉണ്ടാകാം. കൊട്ടകൾ, വള്ളി തന്നെ വെച്ച് ചുരുട്ടി വെച്ചാൽ അത് പാള 4-5 പാള വെച്ച് തച്ച് കഴിഞ്ഞാൽ ഒന്നന്തരമായിട്ട് നല്ല ചെടിച്ചട്ടിയാവും. കുറേ കഴിവ് ദൂരെ കളയാം. പയറ്, വെണ്ട അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതിനകത്തുണ്ടാകും.
പക്ഷേ പാട എന്താണ് അത് അടയ്ക്കാറുണ്ടാക്കും. 4 അടയ്ക്കാൻ വരും. ഇതിൻ്റെ വീടിൻ്റെ സൈഡിൽ നട്ടു വളർത്താൻ ഒരു പ്രയാസമില്ല. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞു ചക്കയുടെ വിഭിന്നങ്ങൾ ഉപയോഗം. പുഴുക്കുണ്ടാക്കാം, തോരനുണ്ടാക്കാം. ഈ നമ്മുടെ കുട്ടിക്കാലത്ത് ചക്ക മുഖത്തിലോട്ട് എടുത്താൽ മടൽ മാത്രം ചെത്തിയിട്ട് കൊത്തി അരിയുന്നൊരു പ്രയോഗമുണ്ട്. കുട്ടികൾക്ക് അത് പരമാവധി കൊടുക്കണം. ചക്കയുടെ സീസണിൽ ഒരൊറ്റ ചക്ക പോലും വെറുതെ കളയാം. ചക്കയെപ്പോലെ നല്ലൊരു ഭക്ഷണം നമ്മുടെ നാട്ടിലില്ല. ഏതെല്ലാം തരത്തിൽ ചക്ക അകത്താക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ചക്ക അകത്താം. അതിൻ്റെ മടലെ കൂഞ്ഞൊന്നും നിങ്ങൾ വെറുതെ കളയാം. ആകെ കളയാൻ പറ്റുന്ന പാട മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു സാധനവും കളയണ്ട. മനസ്സിലായോ? പാടയിൽ ഏതാണ്ടൊക്കെ ഉണ്ടാക്കുന്നത് വറുത്ത് കഴിച്ചൊക്കെ അതുകൊണ്ട് പിന്നെ അടുത്ത ബ്രെഡ് ഫ്രൂട്ട്, ഈ ചീമച്ചക്ക എന്ന് പറയുന്ന സാധനം. എന്താണ് ഈ ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറയാൻ കാര്യം? അത് അടുപ്പിലോട്ടിട്ടാൽ ബ്രെഡ് പോലെ പൊങ്ങി വരുവായി. അത്ര നല്ല സാധനം. സായിപ്പന്മാർ HMS ബൗണ്ടി എന്ന് പറയുന്ന കപ്പലിൽ അതിലൂടെ കയറി ഈ ഒരുപാട് നടത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ച സാധനമാണ്. അപ്പം അങ്ങനെ പിന്നെ വെജിറ്റബിൾസ്, പരമാവധി വെജിറ്റബിൾസ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കും. അപ്പം ഞാൻ ജീവിത രീതി പറഞ്ഞു, ഉപവാസത്തിൻ്റെ ഗുണം പറഞ്ഞു, വ്യായാമം പറഞ്ഞു, കാർഷിക വൃത്തി പറഞ്ഞു. പിന്നെ അടുത്തത് നിങ്ങളുടെ ചിന്തകൾ. നിങ്ങൾ ചിരിക്കാൻ ശ്രമിക്കും. നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുനിന്ന് കാറ്റഗോളമിൻസ് എന്ന് പറഞ്ഞ് വിഷവസ്തുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? എതിരെ വരുന്ന നമ്മുടെ ശത്രുവായിരിക്കും. ആയിക്കോട്ടെ, എവിടെ പോട്ടെ, സുഖമാണോ, ഇത്രയേ ഉള്ളൂ. മനസ്സിലായി? അവൻ നമ്മളെ മനസ്സിൽ എന്തെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ പോലും ഉപകാരപ്രധാനത്തെ അത് അപകാരകാരിയൊക്കെ ആയിരുന്നു. അവൻ നിന്നെ അരിയായിരിക്കും, ശത്രുവായിരുന്നു. അവന് പോലും എന്തെങ്കിലും ഉപകാരം ചെയ്തില്ല. ഏതാ തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ല കോട്ടയം. കാര്യം നമ്മളിപ്പോൾ ഇവിടുന്ന് കൊല്ലം വരെ പോവാം. ഒരുത്തർ നമ്മുടെ ബസ്സിലിരിക്കുക, അവൻ ആറ്റിക്കൽ പറഞ്ഞാൽ നമ്മളോട് കലകളുണ്ടാക്കി നമ്മൾ അവരോട് വഴക്കുണ്ടാകണ്ടായിരുന്നു. അവൻ ആറ്റിക്കൽ വരെ ഉള്ളൂ, തീരുക. മനസ്സിലായി? ചിലവൻ ആറ്റിക്കൽ വരെ പോലും കാണത്തില്ല. മനസ്സിലായി? അപ്പൊ പിന്നെ നമുക്ക് അവരോട് ഇതാക്കാൻ പറ്റില്ല. ചെറിയൊരു ജേർണിയാണ് നമ്മളിതിനകത്ത്. കത്തിച്ചുകൊണ്ട് വന്നു. തീ കത്തിക്കൊണ്ട് ചൂട്ട് കത്തിച്ചുകൊണ്ട് വരുന്നത് തീ എടുത്തോണ്ട് വാ. അവൻ നെരിപ്പോട് താങ്ങി എടുത്തോണ്ട് വന്നു. സ്റ്റുഡന്റ്, ഇത് നടന്ന സംഭവമാണ്. ശാന്തോപനിഷത്തിൽ ഈ സംഗതി പറയുന്നുണ്ട്. നെരിപ്പോട് വെച്ചു ഇവിടെ തീ കൊണ്ടുവരാൻ നെരിപ്പോട് കൊണ്ടിരുന്നത് തീ എടുത്തോണ്ടോ. അവൻ പിന്നെ ഒരു വിറകുള്ളി കത്തിച്ചുകൊണ്ട് വന്നു. ഇവിടെ തീ കൊണ്ട് പിന്നെ 3ാമത്തെ പ്രാവശ്യം എന്റെ ആചാര്യ ഈ തീക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണ്ടേ. ഇതല്ലയോ ഞാൻ നിന്നോട് പറഞ്ഞേ, ഈ തീ ഈ വിറകിൽ ഇരിക്കുന്ന പോലെ നിന്റെ അകത്ത് ഈ സാധനം ഇരിക്കുകയാണ്. തത് ത്വം അസി 3 സംസ്കൃത പദങ്ങളുടെ ഒരു സമഞ്ജസ സമ്മേളനമാണ്. തത് ദാറ്റ്, ത്വം യു, അസി ഈസ്, അത് നീ തന്നെയാകുന്നു. വാട്ട് യു സീക്ക് ഈസ് വിതിൻ യു. നീ എന്തന്വേഷിക്കുന്നു അത് നിന്നിൽ തന്നെ ഇരിക്കുക. നീ കസ്തൂരി മൃഗമാകാതെ അതിനെ തിരിച്ചറിയാൻ മാത്രമാണ്. മനസ്സിലായി? നീ അന്വേഷിക്കുന്ന സാധനം നിന്നിൽ തന്നെ ഇരിക്കുകയാണ്. അതിനെ നീ എങ്ങനെ ശരിയാക്കും? നിന്റെ വാക്കുകൾ, ചിന്തകൾ, പ്രവർത്തികൾ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും നന്നാക്കാൻ വേണ്ടി അതിനെ അനുകൂലമായിട്ട് ഉപയോഗിക്കുക. നീ സ്വയം നന്നാകുന്നു, നീ മറ്റുള്ളവരെ നന്നാക്കുകയും ചെയ്യുന്നു. നിനക്ക് ഒരു അസ്വസ്ഥതയും ശാരീരികമായോ മാനസികമായോ ആത്മീയമായോ സാമുദായികമായോ സാംസ്കാരികമായോ സാമ്പത്തികമായോ ഒരു അപചയവും നിനക്കുണ്ടാകുകയില്ല. മനസ്സിലായി? അതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരാംശം. അതാണ് സ്വാമി വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നീ 2 മണിക്കൂർ ചുമ്മാതെ വെറുതെ വായിച്ചുകൊണ്ടിരിക്കുന്നത് 5 മിനിറ്റ് ആത്മാർത്ഥമായിട്ട് ഫുട്ബോൾ കളിച്ചാൽ മതി. നീ ചെയ്യുന്ന വാക്കുകൾ, ചിന്തകൾ, പ്രവൃത്തികൾ രുജുവായിട്ടിരിക്കുക. നമ്മുടെ വാക്കുകൾ, ചിന്തകൾ, പ്രവൃത്തികൾ മാത്രം രുജുവായിരിക്കുക. അതിൽ നമ്മൾ അഭിനമിക്കുക. പരമാവധി മറ്റാളുകളെ സങ്കടപ്പെടുത്താതിരിക്കുക. വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും. പിന്നെ ലിവ് വിതിൻ യുവർ മീൻസ്. 100 രൂപ വരാനുള്ളത് 100 രൂപയ്ക്കുള്ളിൽ തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ലിമിറ്റഡ് സാഹചര്യങ്ങളിൽ സുഖമായിട്ട് ജീവിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞത് 10-60 വർഷത്തേക്കാണ് നമ്മൾ വരുന്നത്. നമ്മൾ എത്ര അംബാനിയാണെങ്കിലും വെള്ളയാണെങ്കിലും നമ്മുടെ ഈ ഒരു തലമുറ അതിൻ്റെ അടുത്ത തലമുറയുടെ നമ്മളെ ഓർക്കത്തുള്ളൂ. അത് നമ്മളങ്ങനെ പ്രസന്റിൽ മാത്രം ജീവിക്കുക. അനന്തര തലമുറയ്ക്ക് വേണ്ടി എല്ലാം നമ്മൾ ചെയ്തു വെട്ടിപ്പിടിച്ചു അത് ചെയ്തു ഒന്നുമില്ല. നമ്മൾ എത്ര തേനീച്ചക്കൊണ്ട് തേനീച്ച സംരക്ഷിച്ച് വെച്ചാൽ എന്താ സംഭവിക്കപ്പെടും? എല്ലാം മതയൊക്കെ മൊത്തം പിഴിഞ്ഞെടുക്കുന്നു. അപ്പം ആചാര്യ സർവചേഷ്ടസു ലോകേവ ധീവത. പ്രകൃതിയിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊള്ളുക. പ്രകൃതിയെ കാണിച്ചിരുന്ന പാഠങ്ങളിൽ കൂടി സഞ്ചരിക്കുക. നിങ്ങൾക്ക് എല്ലാ വിധ നന്മകളും ഉണ്ടാകുമെന്നാണ് പണ്ട് കാലം മുതൽ ആൾ പറഞ്ഞു വരുന്നത്. എന്തെങ്കിലും ഒരു ആത്മാർത്ഥമായിട്ട് നിങ്ങളൊരു കാര്യം, ഒരു മുഴയോ അല്ലെങ്കിൽ യൂട്രസിലെ പ്രശ്നമോ അല്ലെങ്കിൽ വയറ്റിലെ വേദനയോ എന്തെങ്കിലും ഒന്നും ഉണ്ടായതാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുമെങ്കിൽ അത് എന്താണെന്ന് പരിശോധിക്കുകയും വേണം. നിങ്ങൾ ബയോപ്സിക്ക് അയച്ച് ശരീരമുണ്ടോ അതിന് കുഴപ്പമുണ്ടോ എന്നുള്ളത് നോക്കണം. അതാണ് നമുക്കിന്ന് അവയർനെസ് എന്ന് പറയുന്നത്.
ആ അവയർനെസ് എല്ലാവരിലും സാധാരണക്കാരും പറയുന്നില്ല. എനിക്കറിയാം, നമ്മളത് ചെറിയൊരു അത് മാറും, നാളെ അടുത്ത് പോട്ട് തന്നെ പോകും. ഞാൻ ആ വൈദ്യരുടെ അടുത്ത് പോയി കുറച്ച് മരുന്ന് വാങ്ങിച്ച് കഴിച്ചു, അതിപ്പോൾ കുറവുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ശരിയല്ല. കാര്യം ഈ രോഗങ്ങൾ സമയത്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഇന്ന് ഒരുപാടുണ്ട്. ക്യാൻസർ റിസർച്ചിൽ ഇന്ന് ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ട്. വളരെ ഭീകരമാണ്, ഭയക്കേണ്ടതാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ക്യാൻസർ വരണം എന്നാരും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ക്യാൻസറിനെ എല്ലാവർക്കും പേടിയാണ്. ഞാനൊരു ക്യാൻസർ അതിജീവിതയാണ്. ക്യാൻസർ എനിക്കും പേടിയാണ്. അത് എനിക്ക് ക്യാൻസർ ആണെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിട്ട് പോലും അതിനെ സമ്മതിച്ചു കൊടുക്കാൻ എൻ്റെ മനസ്സനുവദിച്ചിട്ടില്ല. എങ്ങനെ പ്രകൃതിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ ക്യാൻസറിനെ പ്രതിരോധിക്കാം എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലൂടെ കാട്ടിത്തന്നു. അദ്ദേഹത്തിന് എൻ്റെ പേരിൽ ചിന്മയ വിദ്യാലയത്തിൻ്റെയും ചിന്മയ മിഷൻ ക്ലബിൻ്റെയും പേരിൽ എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു.